നിങ്ങൾ ഇന്ത്യ ഗേറ്റ് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് നാഷണൽ വാർ മെമ്മോറിയൽ. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ആ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരുപാട് ധീര സൈനികരുടെ ഓർമ്മകൾ നമുക്ക് അവിടെ കാണാം. ഈ സ്മാരകത്തിലേക്കുള്ള പ്രവേശനം തന്നെ സന്ദർശകരിൽ ആദരവും സമാധാനവും നിറയ്ക്കുന്ന ഒന്നാണ്. പ്രവേശന കവാടത്തിൽ നമ്മെ സ്വാഗതം ചെയ്യുന്നത് വർണ്ണശബളമായ പുഷ്പാലങ്കാരങ്ങളും താളാത്മകമായി ഒഴുകുന്ന ജലധാരകളുമാണ്. യുദ്ധത്തിൻ്റെ കഠിനതയല്ല, മറിച്ച് ആ രക്തസാക്ഷികൾ നമുക്കായി നേടിത്തന്ന സമാധാനപൂർണമായ ജീവിതത്തെയാണ് ഈ മനോഹരമായ കാഴ്ചകൾ പ്രതിനിധീകരിക്കുന്നത്. ഈ ശാന്തമായ അന്തരീക്ഷത്തിലൂടെ സ്മാരകത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഭാരതത്തിൻ്റെ സൈനിക ചരിത്രത്തിലെ സുവർണലിപികൾ ഓരോന്നായി തെളിഞ്ഞു വരുന്നു. സ്മാരകത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായ അമർ ചക്രയിൽ ഉയർന്നു നിൽക്കുന്ന 15 മീറ്റർ സ്തംഭത്തിൻ്റെ ചുവട്ടിൽ അണയാത്ത ദീപമായി അമർ ജവാൻ ജ്യോതി തെളിഞ്ഞു നിൽക്കുന്നു. ഇതിന് ചുറ്റുമുള്ള ത്യാഗ് ചക്ര എന്നറിയപ്പെടുന്ന മതിലുകൾ സ്മാരകത്തിലെ ഏറ്റവും വൈകാരികമായ ഭാഗമാണ്. ലക്ഷക്കണക്കിന് ചുവന്ന ഗ്രാനൈറ്റ് കട്ടകൾ കൊണ്ട് തീർത്ത ഈ മതിലുകൾ 26,000-ലധികം സൈനികരുടെ പേരുകൾ സ്വർണ്ണാക്ഷരങ്ങളിൽ കൊത്തിവെച്ചിരിക്കുന്നു. ഒരു സൈനികൻ തൻ്റെ ജീവൻ നൽകി രാജ്യത്തിൻ്റെ അതിർത്തികൾ കാക്കുന്നത് പോലെ ഈ ഓരോ ഗ്രാനൈറ്റ് കട്ടയും രാജ്യത്തിൻ്റെ സുരക്ഷാ മതിലായി നിലകൊള്ളുന്നു എന്ന സങ്കല്പമാണ് ഇതിന് പിന്നിലുള്ളത്. പ്രവേശന കവാടത്തിലെ പൂക്കളുടെ സുഗന്ധവും ജലധാരകളുടെ താളവും കടന്ന് സ്മാരകത്തിലെ ലിഖിതങ്ങൾ വായിച്ചു തീരുമ്പോൾ നാം ഓരോരുത്തരും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് പിന്നിൽ എത്ര വലിയ ത്യാഗമുണ്ടെന്ന് ഈ സ്മാരകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കല്ലുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന ആ അക്ഷരങ്ങൾ വെറും പേരുകളല്ല, മറിച്ച് ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി സ്വയം എരിഞ്ഞടങ്ങിയ ധീരമായ ആത്മാക്കളുടെ സ്പന്ദനങ്ങളാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.